ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ നല്ല രുചിയുള്ള ഒരു മീനച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഒരു 3/4 കിലോ ചൂര കഴുകി വൃത്തിയാക്കി ചെറുതായി മുറിച്ച് മുള്ളെല്ലാം കളഞ്ഞ് എടുത്തു വച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, പാകത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഈ മീനിൽ നന്നായി മസാല പിടിക്കുന്നതുവരെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമേ പൊരിക്കാൻ എടുക്കാവൂ. ചൂടായതിലേക്ക് ഈ മീൻ പൊരിക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നല്ലെണ്ണയാണ് ഉപയോഗിച്ചത്, വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കരുത്. അച്ചാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലത് നല്ലെണ്ണയാണ്. ഇനി ഇതിലേക്ക് മീൻ 2 ബാച്ചായിട്ട് ഇട്ടിട്ടാണ് ഞാൻ പൊരിച്ചെടുത്തത്. നന്നായി ഒന്ന് ഞെരിഞ്ഞ് പൊരിക്കണം. സാധാരണ നമ്മൾ മീൻ പൊരിക്കുന്നതിലും നന്നായി ഞെരിയേണ്ടതാണിത്. അച്ചാർ കുറേ ദിവസം കേടുവരാതെ ഇരിക്കേണ്ടതല്ല, അതുകൊണ്ടാണ് നന്നായി ഞെരിച്ചെടുക്കുന്നത്. മീൻ പൊരിച്ചെടുത്ത അതേ പാനിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം. എന്നതിന് ശേഷം 2 ഉണ്ട വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും, ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും, 10-20 കാന്താരിയും കുറച്ചധികം കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം. ഇത് മൊരിഞ്ഞതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് ഈ പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായി വഴറ്റി കൊടുക്കണം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ച മീൻ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുത്ത് ഈ മീൻ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് അച്ചാർ കുറച്ച് ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ ഇനി ഇതിലേക്ക് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഉപ്പ് നോക്കി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, ചെറിയൊരു കഷ്ണം കായം എന്നിവ വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുത്ത് ഈ അച്ചാറിലേക്ക് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് ഇറക്കി വെക്കാം. നമ്മുടെ രുചിയൂറും മീനച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.